ഉയർന്നു വരുന്ന എല്ലാവിധ സ്വരങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ സാമൂഹ്യ ജെൻഡർ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ മുൻപോട്ട് വരുമ്പോൾ അവരെ അർബൻ നക്സലൈറ്റുകളായി ചിത്രീകരിക്കുകയും ദേശസ്നേഹം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെയും സ്നേഹിക്കുന്നതാണ് ദേശസ്നേഹം. ഇന്ത്യയെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലെ വൈരുദ്ധ്യങ്ങളെയും ഇന്ത്യയിലെ ജനതയെ സ്നേഹിക്കുക എന്നൊരാശയത്തിനപ്പുറമായി ഏതെങ്കിലും കേവലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നതാണ് ഇവിടുത്തെ ദേശസ്നേഹം എന്ന ഒരു വിശ്വാസത്തിനെ നമുക്ക് വെല്ലുവിളിക്കണം. ബ്രിട്ടീഷ് പതാക താഴ്ത്തിക്കെട്ടി നമ്മുടേതായ ദേശീയ പതാക ഉയർത്തിയതിൻ്റെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായി അസ്തമിച്ചതിൻ്റെ ഒരു ആഘോഷമല്ല നമ്മളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരം എന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെ നമ്മൾ തൂത്തെറിഞ്ഞതും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും മറ്റു പല സാമൂഹ്യ പ്രതിസന്ധികളും ജാതിയും എല്ലാം ഉൾപ്പെടെയുള്ള സാമൂഹിക വിഷയങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടന്ന് ഒരു ജനാധിപത്യ ഒരു വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചതിൻ്റെയും കൂടെ ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ 1947 നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ പലപ്പോഴും പല ആളുകളും മറന്നു പോകുന്നത്. കേവലമായ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ തൂത്തെറിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ത്യക്കാർ ഭരണത്തിലേക്ക് കയറിയതിൻ്റെ ആഘോഷം എന്ന നിലയ്ക്കാണ് നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യദിനത്തെ ആഘോഷിക്കുന്നത്. പരിപൂർണമായി മനസ്സിലാക്കേണ്ട യാതൊരു നമ്മുടെ സാമൂഹ്യപരമായ എല്ലാ അനീതികളെയും നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാ അനീതികളെയും ഒന്നടങ്കം തൂത്തെറിഞ്ഞ് ഒരു ജനാധിപത്യ സംവിധാനത്തിനുള്ളിലേക്ക് എല്ലാവരും തുല്യ പൗരന്മാരാണ്, പ്രജകളിൽ നിന്ന് പൗരന്മാരെന്ന നിലയിലേക്ക് ഉയർന്നതിൻ്റെ ആഘോഷം കൂടിയായിരിക്കണം നമ്മെ സംബന്ധിച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഭരണഘടന വലിയ അളവിലാണ് വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളെയും ഹനിക്കപ്പെടുകയും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു പ്രവണതയായി മാറുകയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയും പദ്ധതികളെ ബലം പ്രയോഗിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും വീണ്ടും സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിപ്പോണം എന്ന ആഹ്വാനം നടത്തുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ നടുവിലാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടി വരും. ഈ സ്വാതന്ത്ര്യ ദിനം എന്നത് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏതൊരു സ്വാതന്ത്ര്യ ദിനവും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനജീവിതവും എല്ലാം നിരവധി തലങ്ങളിലാണ് വെല്ലുവിളിക്കപ്പെടുന്നത്. പലയിടങ്ങളിൽ സ്ത്രീകളും കുട്ടികളും മൈനോറിറ്റി വിഭാഗങ്ങളും വ്യാപകമായ രീതിയിൽ ആക്രമിക്കപ്പെടുകയും പശുവിൻ്റെ പേരിലും മറ്റു മൃഗങ്ങളുടെ പേരിലും നിരവധി ഉപദ്രവങ്ങൾ സമൂഹത്തിൽ ചില രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇലക്ഷൻ പദ്ധതികളെ പോലും അട്ടിമറിക്കുന്ന ചില ഏറ്റവും സങ്കടകരവും ഏറ്റവും ദുഃഖകരവുമായ വാർത്തകൾ പോലുമാണ് നമ്മുടെ മുൻപിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കപ്പെടുമെന്നോ നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് വീണ്ടും പഴയ ഒരു സനാതന ധർമ്മകാലത്തിലേക്ക് മനുസ്മൃതിയിലേക്ക് മടങ്ങി പോകുമോ എന്നൊരു ഭയവും കൂടെ ഏതൊരു ഇന്ത്യക്കാരനെയും ഇന്ന് പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിനെയെല്ലാം വെല്ലുവിളിക്കേണ്ട ഒരു നിമിഷം ആണ് നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷം എന്നൊരു തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഭരണഘടന മുൻപോട്ട് വെക്കുന്ന ധാർമ്മികത എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ബോധം എല്ലാ മനുഷ്യർക്കും, ഞാനും എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും എന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണെന്നും എന്നെപ്പോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരനാണ് എന്ന തിരിച്ചറിവും എൻ്റെ പോലെയുള്ള എല്ലാ അവകാശങ്ങളും എൻ്റെ എതിർദിശയിൽ നിൽക്കുന്ന ആളുകൾക്കും ഉണ്ട് എന്നൊരു തിരിച്ചറിവും ഉണ്ടാകുകയും എല്ലാവരെയും തുല്യ പൗരന്മാരെ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന എല്ലാവരെയും സമന്മാരായും തുല്യതയോടുകൂടി കാണാനുള്ള ഒരു ശേഷിയും ഉണ്ടാകട്ടെ എന്നൊരു ആശംസയും കൂടെ നൽകിക്കൊണ്ട് നിർത്തുന്നു.